പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ മണ്ഡലത്തിൽ അദ്ദേഹം നടപ്പിലാക്കിയ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണത്തിലേക്ക് പോകാനുള്ള ശുപാർശ സർക്കാരിന് മുമ്പിൽ വന്നിരിക്കുകയാണ്. സർക്കാർ ഒരു പുതിയ തീരുമാനത്തിലേക്ക് പ്രവേശിക്കുന്നു. അത് വലിയ തോതിലുള്ള വിമർശനങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്തിരിക്കുന്നു. ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെ ഒരു CBI അന്വേഷണം അഴിമതി ആരോപണത്തിന്മേൽ കൊണ്ടുവന്ന അദ്ദേഹത്തെ നിഴലിലാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണെന്ന് പ്രതിപക്ഷ നേതാവ് അതിനെ പൂർണ്ണമായും തള്ളിക്കളയുകയും താൻ അതുകൊണ്ട് ഭയപ്പെടില്ല എന്ന് പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നു. അതിനിടയ്ക്ക് ഒരു വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടിൻ്റെ വിശദാംശവും പുറത്തു വന്നിട്ടുണ്ട്. ഇത് ഏതെങ്കിലും നിലയ്ക്ക് വി.ഡി. സതീശൻ സ്വന്തമായി പണം സമ്പാദിച്ചതിൻ്റെയോ അക്കൗണ്ടിലേക്ക് പണം വരുത്തതിൻ്റെയോ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നിട്ടുള്ള വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ നടത്തിയിട്ടുള്ള ഇപ്പോൾ കൊണ്ടുവരുന്ന അന്വേഷണത്തിൻ്റെ ഉദ്ദേശം എന്താണ്, ഈ സമയത്ത് അന്വേഷണം പ്രഖ്യാപിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ് എന്നതിനെക്കുറിച്ചുള്ള വിശകലനങ്ങളുടെ സാധ്യത അവിടെ തുറക്കപ്പെടും. നമ്മളോട് ആ വിഷയം ആദ്യം സംസാരിക്കണം. അജിംസ്, ഇപ്പോൾ ഈ പ്രഖ്യാപിച്ചിട്ടുള്ള അന്വേഷണം ഒരു അഴിമതി ആരോപണത്തിന്മേലുള്ള അന്വേഷണമാണ്. പുനർജനി എന്ന പേരിൽ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിക്ക് വേണ്ടി വിദേശത്ത് പോയി വലിയ തോതിൽ പണം സമ്പാദിച്ചു, അല്ലെങ്കിൽ പണം ഉണ്ടാക്കി അക്കൗണ്ടിലേക്ക് കൊണ്ടുവന്നു, അല്ലെങ്കിൽ എന്നതാണ് ആരോപണം. ആരോപണത്തിന്മേൽ നടക്കുന്ന അന്വേഷണം വി.ഡി. സതീശനെ ഒരു 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 നിഴലിൽ നിർത്തുമോ? അല്ല, അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടോ? അന്വേഷണ ശുപാർശയാണ്. അന്വേഷണ ശുപാർശ. അതായത് 2 തവണ വിജിലൻസ് അന്വേഷിച്ച് അതിലെന്താണ് നടന്നിട്ടുള്ളത് എന്നുള്ള റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളതാണ്. സർക്കാരിൻ്റെ എല്ലാതും ഉണ്ട്. പക്ഷേ ആ ശുപാർശ വായിച്ചു നമുക്ക് തോന്നുന്നൊരു പ്രശ്നം, CBI അന്വേഷണത്തിൻ്റെ സ്കോപ്പ് ഉണ്ട് അതിൽ. കാരണം FCRA വയലേഷൻ ഉണ്ടെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ FCRA വയലേഷൻ ആ നിയമം തന്നെ പലവട്ടം ഭേദഗതി ചെയ്യപ്പെട്ടതാണ്. അതിൽ ആ ഭേദഗതി ചെയ്യപ്പെട്ടപ്പോൾ തന്നെ അതിൽ ചില ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു MLA MP ഏതെങ്കിലും ഒരു ജനപ്രതിനിധി വിദേശ രാജ്യത്ത് പോയി ഫണ്ട് പിരിച്ചു എന്ന ആക്ഷേപം സതീശനെതിരെ ഇല്ല. സതീശൻ്റെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടില്ല. സതീശൻ ഒരു വിദേശ നിക്ഷേപവും സ്വീകരിച്ചിട്ടില്ല. അത് വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഈ നിയമത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് അവിടെ പോയി പണം നൽകാൻ ആവശ്യപ്പെടുകയോ അത് ഇൻഡ്യൂസ് ചെയ്യുകയോ ചെയ്താൽ മതി, അത് വയലേഷനാണ്. ഒരു MP MLA വിദേശത്ത് പോയിട്ട് ഒരു പ്രൊജക്റ്റുണ്ട്, നാട്ടിലൊരു പ്രൊജക്റ്റുണ്ട്, നിങ്ങളെല്ലാവരും പണം കൊടുക്കണം എന്ന് പറഞ്ഞാൽ തന്നെ FCRA വയലേഷനാണ്. ആ നിയമപ്രകാരം അങ്ങനെയാണ്. അത് വേണമെങ്കിൽ CBIക്ക് അന്വേഷിക്കാവുന്നതാണ്. പക്ഷേ അതൊരു ഗുരുതരമായ FCRA ചട്ടലംഘനമായിട്ടൊന്നും കാണാൻ കഴിയില്ല. ഇതിൽ അത് വ്യക്തമാണ്. കാരണം ഈ പറയുന്ന ഒരു CD വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്, ഒരു ദൃശ്യം. സതീശൻ UK മറ്റേതൊരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഇതിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ മലയാളികളും 500 പൗണ്ട് വെച്ച് ഇതിലേക്ക് സംഭാവന ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു പ്രസംഗത്തിൻ്റെ ശകലം ആയിട്ട് തെളിവായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സതീശനെതിരെ CBIക്ക് FCRA വയലേഷൻ കേസ് അത് അന്വേഷിക്കാം. പക്ഷെ അതൊരു വിദേശ ഫണ്ട് സ്വീകരിച്ച അത്ര ഗുരുതരമായ കുറ്റകൃത്യമൊന്നും ആവുന്നില്ല. ഒരു ഫണ്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളൂ, ഫണ്ട് ഇവർക്ക് സതീശൻ്റെ കയ്യിലേക്ക് വന്നിട്ടില്ല. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട് നിഷാദ്. ഇതേ ആക്ഷേപമായിരുന്നു ഈ ലൈഫ് മിഷൻ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് റെഡ് ക്രസൻറ്റിൽ നിന്ന് സംസ്ഥാന സർക്കാർ ഫണ്ട് സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ CBI FCRA വയലേഷൻ പറഞ്ഞ് കേസെടുത്തിട്ടുണ്ട്. ആ കേസിലെ അന്വേഷണം ഹൈക്കോടതിയിൽ പോയെങ്കിലും കേസിൽ അന്വേഷണം പൂർണ്ണമായിട്ട് തള്ളിയിട്ടില്ല. അന്വേഷണം ഓൺഗോയിങ് ആണ്. 2021 കേസ് ഇപ്പോഴും ഓൺഗോയിങ് ആണ്. അതിലൊരു കൺക്ലൂഷൻ ഉണ്ടായിട്ടില്ല. അതിൽ മറ്റ് പല ഏജൻസികൾ വന്നു, CBI കൂടാതെ ED വന്നു. EDയുടെ ഇടപെടലും ഹൈക്കോടതി ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ CBIയുടെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ ഇതിൽ FCRA വയലേഷൻ ഉണ്ട് എന്നുള്ളതാണ്. അത് സംസ്ഥാന സർക്കാരിന് മറ്റ് ചില വാദങ്ങളുണ്ട്. കാരണം സംസ്ഥാന സർക്കാർ നേരിട്ടല്ല ഫണ്ട് സ്വീകരിച്ചിട്ടുള്ളത്. ഒന്ന് റെഡ് ക്രസൻറ്റ് വഴിയാണ് ഫണ്ട് വരുന്നത്. റെഡ് ക്രസൻറ്റ് ഒരു ക്വാസി ഗവൺമെൻറ് ഏജൻസി എന്ന് പറയാവുന്നതാണ്. UAE റെഡ് ക്രസൻറ്റ് എന്ന് പറഞ്ഞാൽ UAE ഭരണകൂടത്തിന് കീഴിലുള്ള ഒരു NGO ആണ്. ഇവിടെ ഇതാകട്ടെ ലൈഫ് മിഷൻ എന്ന് പറയുന്ന ഒരു സർക്കാർ സംവിധാനം തന്നെയാണ്. അപ്പോൾ ഒരു സർക്കാർ സംവിധാനത്തിന് ഒരു അന്താരാഷ്ട്ര NGO പണം നൽകി എന്നുള്ളതാണ്. പക്ഷേ അവിടെയും ഈ പറയുന്ന പ്രശ്നമുണ്ട്. ഈ ഫണ്ട് എങ്ങനെ വന്നു, അതാര് ചോദിച്ചു, ആരഭ്യർത്ഥിച്ചു, അങ്ങനെയുള്ള ചില ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. അപ്പോൾ ചാരിറ്റിക്ക് വേണ്ടിയാണെങ്കിൽ പോലും വിദേശ ഫണ്ട് സ്വീകരിക്കാൻ ചില ആളുകളെ തടയുന്ന നിയമമാണ് FCRA. ചില ആളുകളെ മീൻസ് ഈ പറയുന്ന മാധ്യമപ്രവർത്തകർ, മാധ്യമങ്ങളുടെ ഉടമകൾ, കോളമിസ്റ്റുകൾ, കാർട്ടൂണിസ്റ്റുകൾ, ജനപ്രതിനിധികൾ, അങ്ങനെ കുറേ അധികം മനുഷ്യരെ വിദേശ ഫണ്ട് സ്വീകരിക്കുന്നത് തടയുന്നുണ്ട് നിയമം. അങ്ങനെയെങ്കിൽ ഈ ലൈഫ് മിഷൻ്റെ കാര്യത്തിലും ഇത് ഇൻഡ്യൂസ് ചെയ്തതാരാണ്, സോളിസിറ്റ് ചെയ്തതാരാണ് തുടങ്ങിയ ചോദ്യങ്ങൾ വരും. അത്തരം ചോദ്യങ്ങളാണ് ലൈഫ് മിഷനിൽ ഉണ്ടാകും. ലൈഫ് മിഷൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ ഈ ഫണ്ട് സ്വീകരിച്ചു എന്നുള്ളത് മാത്രമല്ല, ഫണ്ട് ഉപയോഗിച്ചതിലെ ക്രമക്കേടുകൾ, ഫണ്ട് സ്വീകരിച്ചതിലെ പ്രൊസീജിയറിലെ ക്രമക്കേടുകൾ തുടങ്ങി അഴിമതി വരെ അതിൽ അന്വേഷിക്കുന്ന ഒരു CBI. ED വരുന്നതും കള്ളപ്പണം ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് വരുന്നത്. അതിൽ സന്തോഷ് ഈപ്പൻ്റെയും സ്വപ്ന സുരേഷിൻ്റെയൊക്കെ സ്വത്തുകൾ കണ്ടുകിട്ടിയിട്ടുണ്ട് EDയുടെ കേസ് വേറെ. CBI അതിൽ അഴിമതി ആണെങ്കിലും ഈ പറഞ്ഞ FCRA വയലേഷനാണ് CBI അന്വേഷിക്കുന്നത്. എങ്കിൽ ഈ സർക്കാർ ഇത് CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞ് ശുപാർശ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ വിജിലൻസ് സർക്കാരിന് കൊടുക്കുന്ന ശുപാർശയാണ്, അത് സ്വന്തം കാലിൽ വെടിവെക്കുന്നത് തന്നെയായിരിക്കും. കാരണം ഒരുപക്ഷെ അതിൽ അന്വേഷണ ശുപാർശ തന്നെ ഒരുപക്ഷെ ലൈഫ് മിഷൻ കേസിൽ സർക്കാരിനെതിരായിട്ട് വരും. കാരണം സർക്കാർ ഈ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രി പ്രളയത്തെ തുടർന്ന് വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് നമുക്കറിയാം, ഗൾഫ് നാടുകളിൽ പോകാൻ അനുമതി ലഭിക്കാത്തതും
പിന്നീട് വിവിധ ഗൾഫ് നാടുകളിൽ പോയിട്ട് ഈ പുനരധിവാസ പദ്ധതിക്ക് വേണ്ടിയുള്ള സഹായഭ്യർത്ഥനയൊക്കെ നടത്തിയതാണ്, സർക്കാർ നടത്തിയതാണ്. അപ്പോൾ അത് സർക്കാരല്ലേ, ഇത് MLA അല്ലേ എന്നുള്ള ചോദ്യമൊക്കെ വരാം. വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ക്വസ്റ്റനാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ സർക്കാർ ഇതിങ്ങനെ ആലോചിക്കുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ മുമ്പ് ഔട്ട് ഓഫ് ഫോക്കസിൽ പറഞ്ഞിട്ടുണ്ട്, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ഫലം പുറത്തു വന്നതോടുകൂടി സർക്കാർ നയിക്കുന്ന മുന്നണി പാർട്ടിയൊക്കെ പരിഭ്രാന്തരായി. നമ്മളൊരു ക്രൈസിസിൽ നിൽക്കുമ്പോൾ ആ ക്രൈസിസിനെ മറികടക്കാൻ വേണ്ടത് പരിഭ്രാന്തരാവാതിരിക്കുക എന്നുള്ളതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി കിട്ടി. ഒരു സർക്കാർ, ഒരു ഭരണകൂടം, ഒരു പാർട്ടി പരിഭ്രാന്തരായി കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്ന എല്ലാ അബദ്ധങ്ങളായിരിക്കും. വെള്ളാപ്പള്ളിയെ തള്ളണോ കൊള്ളണോ എന്ന് തീരുമാനിക്കാൻ പോലും അവർക്ക് കഴിയില്ല പരിഭ്രാന്തിയിൽ. സതീശനെ പൂട്ടണോ വേണ്ടേ, ഇതാണോ അതിൻ്റെ സമയം എന്നുള്ള കാര്യം പോലും കൃത്യമായി തീരുമാനിക്കാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും മുന്നണിയും ചെയ്യേണ്ടത്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായി, അസംബ്ലി തെരഞ്ഞെടുപ്പ് ഏതാനും മാസങ്ങൾക്കപ്പുറമുണ്ട്. അപ്പോൾ അതിലേക്ക് ആത്മവിശ്വാസത്തോടെ പോവുക. തങ്ങൾ ഇത്രയും നാളും ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ വെച്ച് ജനങ്ങളോട് സംസാരിക്കുക. ഞങ്ങളൊരു മോശം ഭരണകൂടമായിരുന്നില്ല, ചില ഭാഗങ്ങളിൽ ഞങ്ങൾക്ക് വീഴ്ച പറ്റി, ഞങ്ങൾക്കൊരു 3-ാം ടൈം കിട്ടിയാൽ അത് പരിഹരിക്കാൻ ശ്രമിക്കും എന്ന് പറഞ്ഞ് ജനങ്ങളോട് സംസാരിക്കുക. ഇതിപ്പോൾ ജനങ്ങളെ കേൾക്കാൻ വേണ്ടി സർക്കാരും പാർട്ടിയും ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. ജനങ്ങളെ എന്താണ് കേൾക്കാൻ പോകുന്നത്? ഈ 10 വർഷം ഞങ്ങൾ ചെയ്ത് നന്നായോ എന്ന് അവരോട് ചോദിക്കുകയാണോ? ഈ 10 വർഷത്തെ ഞങ്ങളുടെ ഭരണത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അസംതൃപ്തി ഉണ്ടോ എന്ന് ഈ സമയത്ത്, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അസംബ്ലി തെരഞ്ഞെടുപ്പിനുള്ള ആ ഇടവേളയിൽ ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ അത് വൻ അബദ്ധമാണ്. കാരണം അത് ഇതുവരെ അവർക്ക് മനസ്സിലായില്ലെങ്കിൽ ഇനി അത് മനസ്സിലാക്കിയിട്ട് തിരുത്താൻ സമയമില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അവർ ചെയ്യേണ്ട കാര്യം, ഞങ്ങൾ 10 വർഷം ഭരിച്ചു, അത്ര മോശമൊന്നും ആയിരുന്നില്ല ഞങ്ങളുടെ ഭരണം, ഞങ്ങൾ ഹൈവേ പണി തുടങ്ങി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റത് ചെയ്തിട്ടുണ്ട്, ലൈഫ് മിഷനിൽ ഇത്ര വീടുണ്ടാക്കിയിട്ടുണ്ട്, ഞങ്ങൾ അതിതീവ്ര പട്ടിണിയൊക്കെ മാറ്റിയിട്ടുണ്ട്. അങ്ങനെ എണ്ണി പറയാൻ കഴിയുന്ന ഭരണ നേട്ടങ്ങൾ ജനങ്ങളോട് പറയുക. ഞങ്ങൾക്ക് ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്, അത് ശരിയാണ്. ആ വീഴ്ചകൾക്ക് പല കാരണങ്ങളുണ്ട്. കേന്ദ്ര സർക്കാർ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ അത് ചെയ്യുകയാണ്, ഫണ്ട് തടഞ്ഞു വയ്ക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ചില കോംപ്രമൈസുകളിൽ പ്രാക്ടിക്കലായി പോകേണ്ടി വന്നിട്ടുണ്ട്. ഇത് ജനങ്ങളോട് പറയണം. അതിനു പകരം ഈ പരിഭ്രാന്തിയിൽ എന്ത് ചെയ്യുന്നു, പ്രതിപക്ഷ നേതാവിനെ അങ്ങ് പൂട്ടിക്കളയാം എന്നൊക്കെയാണ് തീരുമാനിക്കുന്നതെങ്കിൽ അത് വളരെ എന്താണ് പറയുക, ഈ LDF തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം CBI കൊണ്ടുവന്ന് ഇവിടെ ഒരു MLA, വെറും MLA ആയ ഒരു പ്രതിപക്ഷ നേതാവിനെ കൊടുക്കാനാണ് LDF ശ്രമിക്കുന്നതെങ്കിൽ സമാനമായ ആരോപണം ഇവർ സർക്കാർ തന്നെ UDF-നെതിരെ ആരോപിച്ചിട്ടുണ്ട്. BJP-ക്കൊപ്പം നിന്ന് കേന്ദ്ര ഏജൻസികളോടൊപ്പം ഞങ്ങളെ വേട്ടയാടുകയാണ് സതീശനും കൂട്ടരും എന്ന് മുഖ്യമന്ത്രിയും ഗോവിന്ദ മാസ്റ്ററൊക്കെ പറഞ്ഞ് നമ്മൾ മറന്നുപോയിട്ടില്ലല്ലോ. എന്നിട്ട് അതേ മാർഗ്ഗം എന്ത് ചെയ്യുന്നു, അതേ മാർഗ്ഗം പ്രതിപക്ഷ നേതാവിനെ പൂട്ടാൻ ഉപയോഗിക്കുന്നുവെങ്കിൽ അത് സ്വന്തം കാലിന് വെടിവെക്കില്ല തന്നെയാണ്. ദിവസം അങ്ങനെ LDF ഒരു മേജർ ത്രെട്ടായിട്ട് കാണുന്ന ഒരു പ്രധാന സംഗതിയാണോ ഈ സതീശൻ്റെ പ്രതിച്ഛായ? അല്ല, ഇതിലിപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഇപ്പോൾ അജിംസ് പറഞ്ഞ ഒരു ഫ്രാൻറ്റിക് മൂഡാണ്. ഫ്രാൻറ്റിക് മൂഡിൽ മനുഷ്യന്മാർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വലിയ യുക്തി വിചാരം ഉണ്ടാവില്ല. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു അനിശ്ചിതത്വം ഇതിനകത്ത് കാണാൻ പറ്റും. പിന്നെ ഈ കേസ് നമുക്കറിയാം, 2 തവണ വിജിലൻസ് അന്വേഷിക്കുന്നു, ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും തള്ളുന്നു. അങ്ങനെ പോയൊരു കേസാണ്. ഇനിയിപ്പോൾ ഒരു 3 വർഷം മുമ്പ് പൊക്കിക്കൊണ്ടു വലിയ ബഹളാക്കി. പക്ഷേ നമുക്ക് അതിൽ തന്നെ നോക്കണം, ഈ സംഭവം എന്താണ്, ഇദ്ദേഹം ഭരണകൂടത്തിൻ്റെ ഭാഗത്തിൽ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തെങ്കിലും അധികാരമുള്ള ഒരാളല്ല. ഒരു MLA ആയിരിക്കുന്ന സമയത്ത് ആ 2018 പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള പ്രോജക്റ്റ്, അതാണ് പുനർജനി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും നിലയ്ക്ക് പബ്ലിക് എക്സ്ചെക്കറിന് ഖജനാവിന് ഏതെങ്കിലും നഷ്ടം പറ്റുന്ന തരത്തിലുള്ള അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഖജനാവിന് ഏതെങ്കിലും നിലക്ക് നഷ്ടം വരുന്ന ഒരു അഴിമതിയല്ല. അപ്പോൾ ഈ പുനർജനി പദ്ധതിയിൽ അഴിമതി ഉണ്ട് എന്നുള്ള ഒരു ആരോപണമാണ് നിയമസഭയിലാണ് ആദ്യം ഉന്നയിക്കപ്പെടുന്നത്. അപ്പോൾ അതിൽ വിജിലൻസ് അന്വേഷിക്കുന്നു. അഴിമതി തടയൽ നിരോധന നിയമം, അതനുസരിച്ച് കേസെടുക്കാൻ വകുപ്പില്ല. ഇതിനകത്ത് FCRA ചട്ടലംഘനം വന്നിട്ടുണ്ടോ എന്ന് CBIക്ക് വേണമെങ്കിൽ അന്വേഷിക്കാം എന്നാണ് ഈ വിജിലൻസ് കൊടുത്തിട്ടുള്ള റിപ്പോർട്ട്, 11 മാസം മുമ്പ് കൊടുത്തുള്ള റിപ്പോർട്ട്. അതിൽ തന്നെ FCRA വയലേഷൻ ഉണ്ടെങ്കിൽ തന്നെ ഇതിൽ പങ്കാളിയായിട്ടുള്ള സതീശൻ നേരിട്ടല്ല ഈ പ്രോജക്റ്റ് നടപ്പിലാക്കുന്നത്. മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു NGO ആണ്, അവർക്ക് FCRA ലൈസൻസ് ഉള്ള ഒരു NGO ആണ്. അപ്പോൾ ഏതെങ്കിലും നിലയ്ക്ക് വിദേശ വിനിമയം നടന്നിട്ടുണ്ടെങ്കിൽ അത് ഈ മണപ്പാട്ട് ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട ഇതിലാണ്, അവർക്കാണ് FCRA ലൈസൻസ് ഉള്ളതാണ്. സതീശൻ്റെ അക്കൗണ്ടിലേക്ക് ഇത് സംബന്ധമായി അക്കൗണ്ടിൽ ഒരു പൈസ പോലും വന്നിട്ടില്ല എന്ന് വിജിലൻസ് റിപ്പോർട്ടിൽ തന്നെയുണ്ട്. അപ്പോൾ ഈ FCRA ചട്ടങ്ങളിലെ ഈ നേരത്തെ അജിം സൂചിപ്പിച്ച ഈ ലംഘനം, ഇദ്ദേഹം വിദേശത്ത് പോയി പണപ്പിരിവിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ പെരുമാറിയോ എന്നുള്ള ഒരു എലമെൻ്റ് മാത്രമാണ് അന്വേഷിക്കാനുള്ളത്. അത് CBIക്ക് അന്വേഷിക്കുക. അത് CBIക്ക് അതിൽ വിടുകയാണെങ്കിൽ സർക്കാർ ചെയ്യുന്നത് എന്താണ്, ഒരു പ്രദേശത്ത് ഒരു ദുരിതാശ്വാസ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ഒരു പൊതുപ്രവർത്തകനെ നരേന്ദ്രമോദിയുടെ ഒരു ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കാൻ സർക്കാർ പറയണം എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയമായി എന്ത് സന്ദേശമാണത് കൊടുക്കുക എന്നുള്ള സംഗതി ഉണ്ടല്ലോ. എന്തിൻ്റെ പേരിലാണ് ഈ എൻ്റെ എപ്പിസോഡ് ഉണ്ടായി വരുന്നത്?
ഒരു പ്രളയത്തിൽ ദുരിതം അനുഭവിക്കുന്ന വീട് നഷ്ടപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയുള്ള ദുരിതാശ്വാസ പ്രവർത്തനത്തിന് വേണ്ടി നടപ്പിലാക്കിയ ഒരു സ്കീം, അതാണ് പുനർജനി. ആ നടപ്പിലാക്കിയ ആൾ ഭരണകൂടത്തിൻ്റെ ഭാഗമല്ല, ഏതെങ്കിലും ഭരണകൂടത്തിൻ്റെ മെഷീനറി ഉപയോഗിച്ച് നടപ്പിലാക്കിയ പരിപാടിയല്ല, ഒന്നുമല്ല. അവിടെയുള്ളൊരു NGOയുടെ സഹായത്തോടു കൂടി ജനങ്ങളിൽ നിന്നും പണം പിരിച്ച് സ്വദേശത്തും വിദേശത്തും പണം പിരിച്ച് നടപ്പിലാക്കുന്ന ഒരു പദ്ധതി. അപ്പോൾ അതിൻ്റെ പേരിൽ അതിൽ ഒരു വളരെ ലോലമായ ഒരു ചട്ടലംഘനം, അത് അല്ലാതെ സാമ്പത്തികമായ എന്തെങ്കിലും അഴിമതി നടത്തിയെന്ന് വിജിലൻസും പറയുന്നില്ല. ഒരു ചട്ടലംഘനത്തിൻ്റെ പേരിൽ ഇദ്ദേഹത്തെ കേന്ദ്ര ഏജൻസിക്ക് എറിഞ്ഞു കൊടുക്കുന്നു, അല്ലെ കേന്ദ്ര ഏജൻസിയെ ഇവിടേക്ക് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ CPM-നെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയ ക്യാമ്പയിൻ ആയിരിക്കും. UDF ആ നിലക്കാണ് അതിനെ കാണുന്നത്. രണ്ടാമത്തെ തന്നെ നിഷാദ് ചോദിച്ച കാര്യം, UDF-നകത്ത് ആരാണ് CM കാൻഡിഡേറ്റ്, ആരാണ് നമ്മളെ ഇതിനെ നയിക്കുന്നത് എന്നതിനെക്കുറിച്ചിട്ടുള്ള കൃത്യതയില്ല. നമുക്കറിയാം പല പേരുകൾ പല സ്വഭാവത്തിൽ പറയുന്നുണ്ട്. LDF ഇപ്പോൾ എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗവൺമെൻറ് CPM ഇപ്പോൾ എന്താ ചെയ്യുന്നത്, ഒരു ലീഡറെ അങ്ങ് പ്രതിഷ്ഠിച്ചു കൊടുക്കുക, കൃത്യത വരുത്തി കൊടുക്കുകയാണ്. എന്താണ്ട് ഇവനാണ്. അത് എന്തൊരു മണ്ടത്തരാണ് ചെയ്യുന്നത്. അപ്പോൾ കോൺഗ്രസ് അണികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം സതീശനെ ഒരു രക്തസാക്ഷി പരിവേഷത്തിൽ നിർത്താൻ പറ്റും. ഇദ്ദേഹം ആക്രമിക്കപ്പെടുകയാണ്, ഒരു ദുരിതാശ്വാസ പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ അങ്ങേരെ വളഞ്ഞിട്ട് വേട്ടയാടുകയാണ് എന്നൊരു സന്ദേശം UDF അണികളിലേക്ക് വളരെ എളുപ്പം അവർക്ക് കൈമാറാൻ ചെയ്യപ്പെടും. അപ്പോൾ ഇത് പറഞ്ഞവർ എന്തു ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള യുക്തി വിചാരം നഷ്ടപ്പെട്ടു പോകുന്ന സന്ദർഭത്തിൽ ഉണ്ടാകുന്നതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ സാധാരണ വർക്ക് ചെയ്യുന്ന ഒരു സംഗതി നമുക്ക് എല്ലാവർക്കും ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ എന്ന് നമ്മൾ സാധാരണ പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, ഭരണവിരുദ്ധ വികാരം പോലെ തന്നെ പ്രതിപക്ഷ വിരുദ്ധ വികാരം എന്ന് പറഞ്ഞിട്ടൊരു സംഗതിയും ഉണ്ടാവും തെരഞ്ഞെടുപ്പിൽ. ഇപ്പോൾ നരേന്ദ്രമോദി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് റാലിയിൽ ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചത് എന്താണ്? പ്രതിപക്ഷത്തിനെതിരെയാണ് സംസാരിക്കുന്നത്. പ്രതിപക്ഷം, അവരുടെ നയങ്ങൾ, രാഹുൽ ഗാന്ധി, ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുക. കേരളത്തിലും അത് പരീക്ഷിക്കപ്പെടും. ഇപ്പോൾ 2010 അസംബ്ലി തെരഞ്ഞെടുപ്പ്, ഇപ്പോൾ നമ്മളെപ്പോഴും ഉദ്ധരിക്കുന്നൊരു, ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിനെ തുടർന്ന് ഫലം വന്നപ്പോൾ നമ്മൾ ഉദ്ധരിക്കുക 2010 തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതിനുശേഷം നടന്ന 2014 അസംബ്ലി തെരഞ്ഞെടുപ്പ്. ഇപ്പോൾ 2010 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF വലിയ മേൽക്കൈ നേടുന്നു. പക്ഷേ തൊട്ടുടനെ 2011 തുടക്കത്തിൽ നടക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ UDF വിജയിച്ചെങ്കിലും എതിരാണ് 3 സീറ്റ്, 72-68. അപ്പോൾ അതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പും അസംബ്ലി തെരഞ്ഞെടുപ്പും തമ്മിൽ യു കാൻ ഡ്രോ പാരലൽസ് എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ആർഗ്യുമെൻ്റ് ഉണ്ട്. പക്ഷേ ആ തെരഞ്ഞെടുപ്പ് നമ്മൾ ശ്രദ്ധിക്കണം. അന്ന് VS മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ആ തെരഞ്ഞെടുപ്പ് നേരിടുന്നത്. അന്നത്തെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ എന്താണെന്ന് ഓർമ്മയുണ്ടോ? അതൊരു പ്രതിപക്ഷത്തിനെതിരായുള്ളൊരു ഓഡിറ്റായിരുന്നത്. ഇദ്ദേഹം പ്രതിപക്ഷത്തിനെതിരെ വലിയ തോതിലുള്ള ആരോപണങ്ങളും വിമർശനം മാത്രമല്ല, ബാലകൃഷ്ണപിള്ള ജയിലിലാവുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഇതാണ്. ബാലകൃഷ്ണപിള്ള ജയിലിലായ ആ സംഭവത്തെ ഐസ്ക്രീം കേസിൻ്റെ സെക്കൻഡ് കമ്മിങ്, അതൊക്കെ വെച്ചിട്ട് പ്രതിപക്ഷത്തിൻ്റെ ഓഡിറ്റിംഗ് ആണ് അന്ന് നടന്നത്. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഓഡിറ്റിംഗ് നടത്തുന്ന സ്വഭാവത്തിൽ തെരഞ്ഞെടുപ്പ് ആ പ്രചാരണത്തെ, ഈ മൊത്തം തെരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തെ മാറ്റാൻ പറ്റുക എന്നുള്ളത് ഒരു നല്ല സ്ട്രാറ്റജിയാണ്. മുഖ്യമന്ത്രി എന്തു ചെയ്തു, സർക്കാരിൻ്റെ പെർഫോമൻസ് എന്തായിരുന്നു, LDF ഭരണം എങ്ങനെയായിരുന്നു എന്നതിനെക്കുറിച്ചൊന്നും ചർച്ചയില്ല. പ്രതിപക്ഷം എന്തു ചെയ്യുന്നു, പ്രതിപക്ഷത്തിൻ്റെ സ്വഭാവം എന്താണ്, അതിൻ്റെ നേതാക്കന്മാരെങ്ങനെ, ആമാരുടെ പരിപാടി എന്താണ്. ഇത് മൊത്തത്തിലുള്ള ഒരു ഇലക്ഷൻ നെറേറ്റീവിലൊരു മേജർ പോർഷനായി മാറുക എന്ന് പറയുന്നത് അത് നല്ലൊരു തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിയാണ്. അതിലേക്ക് ഈ സാധനത്തെ കൊണ്ടുവരാൻ പറ്റില്ല. അങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്ന വല്ലതും ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അത് വളരെ നല്ലതാണ്, വർക്ക് ചെയ്യുന്നതാണ്. അത് പല ഇലക്ഷനിലും വർക്ക് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഇവിടെ ഈ പുനർജനി എന്ന് പറയുന്ന പദ്ധതി, അതും കോടതിയിൽ കയറി ഇറങ്ങി വിജിലൻസ് ഈ നിലക്ക് റിപ്പോർട്ട് കൊടുത്തും, അതും ഭരണകൂടത്തിൻ്റെ ഭാഗമല്ലാത്തൊരു മനുഷ്യൻ ഏതെങ്കിലും നിലക്കുള്ള ഭരണത്തിൻ്റെ ആനുകൂല്യം ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്തു എന്ന ആരോപണം ഇല്ലാത്തൊരു കാര്യം, അത് ഈ സമയത്ത് നമുക്ക് CBI അങ്ങോട്ട് കൊണ്ടുവരാം ഇവനെ പൂട്ടിക്കാൻ എന്ന് പറഞ്ഞ് ഇത് പൊക്കിയെടുത്ത് കൊണ്ടുവന്നാൽ അതിൽ നഷ്ടമേ ഉണ്ടാകുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. VD സതീശനെതിരായിട്ട് ഇപ്പോൾ സർക്കാർ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന CBI അന്വേഷണം രാഷ്ട്രീയമായി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അവർക്ക് എന്തുമാത്രം ഗുണപരമാകുമെന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്.